കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 2026 ഏപ്രിൽ 10-ന് ഗുവാഹത്തിയിലെ ബസപ്പാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു തീപാറുന്ന IPL പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ഒരു തകർപ്പൻ വിജയം നേടി. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 6 വിക്കറ്റിനാണ് രാജസ്ഥാൻ തകർത്തുവിട്ടത്. ഈ ഉജ്ജ്വല വിജയം റോയൽസിനെ IPL 2026 പോയിന്റ് ടേബിളിൽ തലപ്പത്തെത്തിച്ചു. കളിച്ച 4 മത്സരങ്ങളിലും ജയിച്ച് ഒരു തോൽവി പോലും അറിയാതെയാണ് അവരുടെ ഈ മുന്നേറ്റം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആകട്ടെ, ശക്തമായി പൊരുതിയെങ്കിലും ഈ സീസണിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങി. പക്ഷേ പോയിന്റ് പട്ടികയിൽ അവർ ഇപ്പോഴും ഒരു ശക്തമായ 3-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. 75 മിനിറ്റ് വൈകിയാണ് മത്സരം തുടങ്ങിയത്. RCB മികച്ചൊരു സ്കോർ ഉയർത്തി. എന്നാൽ റോയൽസ് ആക്രമിച്ചു കളിച്ചും വളരെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ആ ടോട്ടൽ അനായാസം മറികടന്നു. ഈ ഫലം സീസണിന്റെ തുടക്കത്തിലെ പോയിന്റ് ടേബിളിന്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചു. IPL 2026-ലെ ഒരു പ്രധാന കിരീട സാധ്യതയുള്ള ടീമായി രാജസ്ഥാൻ റോയൽസ് മാറിക്കഴിഞ്ഞുവെന്ന് ഈ വിജയം ഉറപ്പിക്കുന്നു. അതേസമയം ബംഗളൂരുവിന്റെ കിരീടം നേടാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കുന്ന ഒരു തോൽവി കൂടിയാണിത്. കാണികളുടെ ആവേശത്തിനും ബാറ്റിംഗിന് മികച്ച പിന്തുണ നൽകുന്ന പിച്ചിനും പേരുകേട്ട ബസപ്പാറ സ്റ്റേഡിയം ഒരിക്കൽ കൂടി ആവേശകരമായൊരു ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായി. ബാറ്റിംഗിന് എച്ചപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എന്ന മികച്ച സ്കോർ നേടി. ക്യാപ്റ്റൻ രജത് പാട്ടീദാർ ആയിരുന്നു ടീമിന്റെ നെടുംതൂൺ. 40 പന്തിൽ 4 ഫോറും 4 സിക്സറുമടക്കം 63 റൺസ് നേടി അദ്ദേഹം ടീമിന് മുന്നിൽ നിന്ന് നയിച്ചു. ഫിൽ സോൾട്ട് ഡക്കായതും വിരാട് കോഹ്ലി 16 പന്തിൽ 32 റൺസ് നേടി വേഗത്തിൽ പുറത്തായതും ഉൾപ്പെടെ തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോഴും ബംഗളൂരുവിന്റെ ഇന്നിംഗ്സിന് കരുത്തായത് അദ്ദേഹത്തിന്റെ പ്രകടനമായിരുന്നു. എന്നാൽ കോഹ്ലി പുറത്തായതോടെ ന്യൂഡേ മധ്യനിരയ്ക്ക് ആ ഒരു താളം കണ്ടെത്താനായില്ല. രവി ബിഷ്ണോയിയും ജോഫ്ര ആർച്ചറും രാജസ്ഥാനു വേണ്ടി നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തി. തുടരെ വിക്കറ്റുകൾ വീഴുന്നുണ്ടായിരുന്നെങ്കിലും ഇമ്പാക്ട് സഭായി എത്തിയ വെങ്കടേഷ് അയ്യർ 15 പന്തിൽ പുറത്താവാതെ 29 റൺസ് നേടി അവസാന ഓവറുകളിൽ ടീമിന് കുതിപ്പേകി. ഇത് ബംഗളൂരുവിന് 200 റൺസ് കടത്തിവിട്ടു. ഇൻക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ 6 പന്തിൽ 1 റൺസും നേടി. രാജസ്ഥാൻ റോയൽസിന്റെ ചേസ് തുടങ്ങിയത് ഒരു വെടിക്കെട്ട പ്രകടനത്തോടെയായിരുന്നു. ആ പ്രകടനം അവരുടെ ആധികാരിക വിജയത്തിനുള്ള വഴി തുറന്നു. ഓപ്പണർ വൈഭവ് സൂര്യവംശി ഒരു തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചു. വെറും 26 പന്തിൽ നിന്ന് അദ്ദേഹം വാരിക്കൂട്ടിയത് 78 റൺസ്. അതിൽ 8 ഫോറും 7 സിക്സും ഉൾപ്പെട്ടു. ഈ കിടിലൻ പവർപ്ലേ പ്രകടനം റോയൽസിന് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർപ്ലേ സ്കോർ നേടിക്കൊടുത്തു. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് നേടിയ അവർ തുടക്കത്തിൽ തന്നെ കളി തങ്ങളുടെ വരുതിയിലാക്കി. സൂര്യവംശി പുറത്തായതിനുശേഷം ധ്രുവ് ജൂറൽ വളരെ കൂളായി കളിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. 43 പന്തിൽ നിന്ന് പുറത്താകാതെ 81 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം. ജൂറലിന്റെ ഈ ഇന്നിംഗ്സ് സൂക്ഷിച്ചും കളിക്കുകയും ആവശ്യമുള്ളപ്പോൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു. അതോടെ ചേസ് വിജയകരമായ ട്രാക്കിൽ തന്നെ തുടർന്നു. അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി രവീന്ദ്ര ജഡേജ. 25 പന്തിൽ നിന്ന് 24 റൺസെടുത്ത് പുറത്താവാതെ നിന്ന ജഡേജ ജൂറലിനൊപ്പം നിർണായകമായ 68 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഈ കൂട്ടുകെട്ടാണ് രാജസ്ഥാന് 2 ഓവർ ബാക്കി നിൽക്കെ 6 വിക്കറ്റിന്റെ ഒരു അനായാസ വിജയം നേടിക്കൊടുത്തത്. ഇരു ടീമിന്റെയും ബോളർമാർ അങ്ങോട്ടുമിങ്ങോട്ടും ചില ഗംഭീര നിമിഷങ്ങൾ കാഴ്ചവെച്ചു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി ജോഷ് ഹേസൽവുഡ് 44 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. റിയാൻ പരാഗിനെപ്പോലെ പ്രധാനപ്പെട്ട താരങ്ങളെയാണ് ഹേസൽവുഡ് പുറത്താക്കിയത്. കൃണാൽ പാണ്ഡ്യയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 30 റൺസിന് 2 വിക്കറ്റുകളാണ് പാണ്ഡ്യ വീഴ്ത്തിയത്. അപകടകാരികളായ സൂര്യവംശിയെയും ഷിംറോൺ ഹെറ്റ്മേറെയും തുടർച്ചയായി പുറത്താക്കിയത് RCBക്ക് ഒരു ചെറിയ പ്രതീക്ഷ നൽകി. എന്നാൽ രാജസ്ഥാൻ ബോളർമാരും ഒട്ടും പിന്നിലായിരുന്നില്ല. ഫിൽ സാൾട്ടിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തി ജോഫ്ര ആർച്ചർ കളം നിറഞ്ഞു. വിരാട് കോഹ്ലിയെയും കൃണാൽ പാണ്ഡ്യയെയും പുറത്താക്കി രവി ബിഷ്ണോയിയും രാജസ്ഥാനു വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തി. രവീന്ദ്ര ജഡേജ ബാറ്റിംഗിൽ മാത്രമല്ല തിളങ്ങിയത്. ഈ കളിയിൽ ഒരു വലിയ T20 റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഈ ഫോർമാറ്റിൽ 4000 റൺസും 200 വിക്കറ്റും നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി ജഡേജ മാറി. ഗുവാഹത്തിയിലെ കനത്ത ഈർപ്പവും രണ്ടാം ഇന്നിംഗ്സിൽ ഉറപ്പായിട്ടും വരുമെന്ന് കരുതിയ മഞ്ഞും ബോളർമാരുടെ പ്രകടനത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഈ വിജയം IPL 2026 പോയിന്റ് ടേബിളിൽ വലിയ സ്വാധീനം ചെലുത്തും. തുടർച്ചയായ 4 വിജയങ്ങളോടെയും 8 പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം ഉറപ്പിച്ചു. +2.055 എന്നൊരു കിടിലൻ നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട്. ഈ സ്ഥിരതയാർന്ന പ്രകടനം ടൂർണമെന്റിൽ അവരെ തുടക്കത്തിലെ ഒരു പ്രധാന ശക്തിയായി മാറ്റിയിട്ടുണ്ട്. ഈ തോൽവി വന്നിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അഥവാ RCB ഇപ്പോഴും മത്സരരംഗത്ത് തന്നെയുണ്ട്. 2 വിജയങ്ങളും ഒരു തോൽവിയുമായി 4 പോയിന്റോടെ അവർ 3-ാം സ്ഥാനത്താണ്. ഒരു മികച്ച നെറ്റ് റൺ റേറ്റ് +1.231 അവർ നിലനിർത്തുന്നുമുണ്ട്. വൈഭവ് സൂര്യവംശി, ധ്രുവ് ജൂറൽ എന്നിവരുടെയെല്ലാം മികച്ച വ്യക്തിഗത പ്രകടനങ്ങൾ ഓറഞ്ച് ക്യാബ് പട്ടികയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ടോപ്പ് റൺ സ്കോറർമാരുടെ കൂട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങൾ മുൻനിരയിലുണ്ട്. IPL 2026 സീസൺ മുന്നോട്ടു പോകുമ്പോൾ പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടം കൂടുതൽ കടുക്കും. ഈ 2 ടീമുകളും അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും വരും മത്സരങ്ങളിൽ മെച്ചപ്പെടുത്തേണ്ട മേഖലകളിൽ ശ്രദ്ധിക്കാനും ശ്രമിക്കും. 10 ടീമുകൾ, 74 മത്സരങ്ങൾ, 13 വേദികളിലായി മെയ് 31 വരെ നീണ്ടുനിൽക്കുന്ന ഈ ടൂർണമെന്റ് ഇനിയും ഒരുപാട് ആവേശകരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും.